ഒരൊറ്റ കാര്യം ചോദിച്ചോട്ടെ. അല്ല, ഒരൊറ്റ കാര്യം ഇതെവിടെ ചോദിച്ചോ. വേണ്ട, അത് വേണ്ട. ഒറ്റ കാര്യം മലയാറിയ സഭ ചോദിച്ച വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ്. ആ ചോദ്യം ഒരു മിനിറ്റ്. ഭീഷണി വേണ്ട, അത് വേണ്ട. ചോദ്യത്തിന് ഉത്തരം വേണം ചേട്ടാ, ചോദ്യത്തിന് ഉത്തരം വേണം. ഒരു മിനിറ്റ്. എനിക്ക് CPM-ന്റെ പ്രതിനിധിയോടാണ് ചോദിക്കാനുള്ളത്. അദ്ദേഹം ഇവിടെ പറഞ്ഞു മലയാറിയ സഭ പങ്കെടുക്കുന്നുണ്ടെന്ന് പറഞ്ഞു. തെറ്റാണ്. പിന്നെ കഴിഞ്ഞ 75 വർഷമായിട്ട് കേരളത്തിലെ ഒരു ആദിവാസി സംഘടന അവരുടെ വിശ്വാസവുമായി ബന്ധപ്പെട്ട് അവരുടെ ആചാരങ്ങൾ പുനഃസ്ഥാപിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് സമരത്തിലാണെന്ന് അങ്ങ് അറിയണം കേട്ടോ. ആ സമരത്തിൽപ്പെട്ട് നിൽക്കുന്ന ഇപ്പോഴത്തെ ഒരു കണ്ണിയാണ് ഇന്ന് ഞാൻ ഇവിടെ നിന്ന് ചോദിക്കുന്നത്. ഈ പറയുന്നത് ഈ മലയാള സമുദായത്തെയും പന്തളം കൊട്ടാരമില്ലാതെ ഈ അയ്യപ്പൻ്റെ കാര്യത്തിൽ എങ്ങനെ ഒരു തീരുമാനമെടുക്കും? അവിടെ വിശ്വാസ സമൂഹം എവിടെ? ഹിന്ദുക്കളായിട്ടുള്ള ഹിന്ദു സംഘടനകൾ എവിടെ? ഇവിടെ ആരുമില്ല, ഒറ്റ മനുഷ്യനുമില്ല. ഇന്ന് അങ്ങ് പറഞ്ഞത് വളരെ തെറ്റാണ്. അങ്ങ് പറഞ്ഞു ആയിരക്കണക്കിന് കോടി രൂപ മുടക്കിയിട്ടുണ്ട് സർക്കാർ. എവിടെ? കാണുന്നില്ലല്ലോ, ഞങ്ങളാരും കാണുന്നില്ല. ഞങ്ങളൊക്കെ ഈ കാളകെട്ടി ഈ മുണ്ടക്ക ഈ മേഖലയൊക്കെ താമസിക്കുന്നവരാണ്. വികസനം കാണുന്നില്ല, ഒരു കക്കൂസില്ല. കേരളത്തിൽ കക്കൂസില്ലാത്ത ഒരു ബസ് സ്റ്റാൻഡ് ഉണ്ടെങ്കിൽ അത് ഇവിടെ മാത്രമേ ഉള്ളൂ. മൂത്രം ഒഴിക്കണമെങ്കിൽ ഇതാണ് ഇവിടെ നടക്കുന്നത്. അങ്ങനെ അയ്യപ്പൻ്റെ പേരിൽ എന്തുകൊണ്ടാണ്, ഞാൻ ചോദിക്കുന്ന ഒറ്റ ചോദ്യം മാത്രമേ ഉള്ളൂ, എന്തുകൊണ്ട് ഈ മലയാറിയ സമുദായത്തെ കഴിഞ്ഞ 9 വർഷമായിട്ട് പരിഗണിക്കുന്നില്ല? എന്തുകൊണ്ട് കഴിഞ്ഞ 9 വർഷമായിട്ട് പന്തളം കൊട്ടാരത്തെ പരിഗണിക്കുന്നില്ല? 42 കിലോ പോയ സ്വർണം തിരിച്ചു വരുമ്പോൾ 38 ആകുന്ന കണക്ക് ചോദിക്കുമോ എന്നുള്ള ഭയമാണോ നിങ്ങൾക്ക് എന്ന് മാത്രമേ ഞാൻ ചോദിക്കുന്നുള്ളൂ. എല്ലാവർക്കും സ്വാഗതം. വളരെ പ്രധാനപ്പെട്ട ഒരു പോയിന്റാണ് ശ്രീ ജയപ്രകാശ്, അങ്ങ് ഉത്തരം പറയും. ഇവിടെ ഈ സംഗമത്തിൽ ആരൊക്കെ പങ്കെടുക്കുന്ന സംബന്ധിച്ചുള്ള അഭിപ്രായങ്ങളൊക്കെ തന്നെ ദേവസ്വം ബോർഡ് പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. അതിൻ്റെ ഭാരവാഹികൾ കേരളത്തിലെ ഒട്ടുമിക്ക സാമുദായിക സംഘടനകളൊക്കെ തന്നെ ഇതിൽ ഭാഗവാക്കാകുന്നുണ്ട്. അതിൽ അല്ലറതിലുള്ള ആരെങ്കിലുമൊക്കെ പങ്കെടുക്കാതുണ്ടാവാം, എനിക്കറിയത്തില്ല. പക്ഷേ മഹാഭൂരിപക്ഷം സാമുദായിക സംഘടന കേരളത്തിലെ പ്രബല സംഘടനകളടക്കം പങ്കെടുക്കുന്നുണ്ടുള്ള യാഥാർത്ഥ്യമാണ്. പിന്നെ നമ്മുടെ ശ്രീ ശ്യാംരാജ് പറയുകയുണ്ടായി, വിശ്വാസികൾക്ക് വേണ്ടി ഇടതുപക്ഷം എന്താ ചെയ്യുന്നത്? ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, അല്ല അദ്ദേഹം പറഞ്ഞത് ഇടതുപക്ഷം എന്തു ചെയ്തു? ഞാൻ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, കേരളത്തിൽ ക്ഷേത്രത്തിലേക്ക് പോകാൻ ആർക്കാണ് അനുമതി ഉണ്ടായിരുന്നത്? കേരളത്തിലെ മഹാഭൂരിപക്ഷം മനുഷ്യരും ക്ഷേത്രമതിൽക്ക് പുറത്തായിരുന്നു. അങ്ങൊരു കാലമുണ്ടായിരുന്നു, ഓർക്കണം. ക്ഷേത്രത്തിൽ പ്രവേശിക്കാൻ അനുമതി ഉണ്ടായിരുന്നില്ല. ക്ഷേത്രത്തിൽ പ്രവേശിക്കാൻ അനുമതി ഉണ്ടായിരുന്ന ഒരു കാലമുണ്ടായിരുന്നു. ആ കാലത്ത് നിന്ന് എങ്ങനെയാ മാറിയേ? ക്ഷേത്രപ്രവേശനത്തിന് വേണ്ടി കേരളത്തിൽ സമരം ചെയ്താരാ? വൈക്കം സത്യാഗ്രഹമുണ്ട്, ഗുരുവായൂർ സത്യാഗ്രഹമുണ്ട്. ഈ സത്യാഗ്രഹ സമരത്തിലൊക്കെ പോലെയുള്ള കേളപ്പജിയെ പോലെയുള്ള പി കൃഷ്ണപിള്ളയെ പോലുള്ളവർ സമരം ചെയ്താണ് അങ്ങോട്ട് കയറിയത്. അതല്ലാതെ ഒന്നുമല്ല. അതുകൊണ്ട് ക്ഷേത്രത്തിൽ പ്രവേശിക്കാനുള്ള അനുമതിക്ക് വേണ്ടി പ്രക്ഷോഭം നടത്തിയത് കമ്മ്യൂണിസ്റ്റുകാരാണ്, ഇടതുപക്ഷമാണ്. അത് പഴയ കാലം, അതവിടെ നിൽക്കട്ടെ. പക്ഷെ ഇന്നത്തെ കാലത്തേക്ക് വന്നാലോ, എന്താ ശബരിമലയുടെ പ്രസക്തി? ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, നമ്മുടെ സമൂഹത്തിലെ മഹാഭൂരിപക്ഷം മനുഷ്യര് ആട്ടിയകറ്റപ്പെട്ട അധസ്ഥിതരായ മനുഷ്യർ, ആ അധസ്ഥിതരായ മനുഷ്യർക്ക് വഴിയിറങ്ങി നടക്കാൻ പറ്റാത്തൊരു കാലമുണ്ടായിരുന്നു. അവരൊക്കെ ജീവിക്കേണ്ടത് എവിടെയാണ്? അവരെവിടെയോ ജീവിക്കണമെന്ന് പറഞ്ഞ കാലമുണ്ടായിരുന്നു. ഒരു നിമിഷം, ഇവിടെ എനിക്ക് ചെറിയൊരു ഭീഷണി വന്നിട്ടുണ്ട്, അതുകൊണ്ടാണ്. ഒരൊറ്റ കാര്യം ചോദിച്ചോട്ടെ. അല്ല, ഒരൊറ്റ കാര്യം ഇതെവിടെ ചോദിച്ചോ. വേണ്ട, അത് വേണ്ട. ഒറ്റ കാര്യം മലയാറിയ സഭ ചോദിച്ച വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ്. ആ ചോദ്യം ഒരു മിനിറ്റ്. ഭീഷണി വേണ്ട, അത് വേണ്ട. ചോദ്യത്തിന് ഉത്തരം വേണം ചേട്ടാ, ചോദ്യത്തിന് ഉത്തരം വേണം. ഒരു മിനിറ്റ്. ശ്രീ ജയപ്രകാശ്, ഒരു മിനിറ്റ്. അങ്ങയുടെ അണികളാണ്, ദയവായി പറയും. ചോദ്യത്തിന് ചോദ്യമാണ് അല്ലേ? ഞാൻ പറഞ്ഞല്ലോ. അല്ലല്ല, ഒരു മിനിറ്റ്. ചോദ്യത്തിന് ഉത്തരം വേണം എന്നാണ് പറഞ്ഞത്. മലയാറിയ സഭ പ്രതിനിധി വളരെ ചേട്ടാ ഒരു മിനിറ്റ്. അല്ല, ഞാൻ പറയാം. തീർച്ചയായും അതിനൊക്കെ സമയമുണ്ട്. ഞാൻ ചോദിക്കുന്നത് വളരെ എളിമയോടെ ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ. ഒരു കാര്യം ചോദിച്ചോട്ടെ. മലയാറിയ സഭ ഉന്നയിച്ച ഒരു ചോദ്യം, ആ ചോദ്യം പ്രസക്തമാണോ അല്ലയോ? എൻ്റെ ചോദ്യം അത്രയേ ഉള്ളൂ. പ്രസക്തമാണോ അല്ലയോ? അതിന് ഉത്തരം അദ്ദേഹം പറയണം. അത് മാത്രമേ ചോദിച്ചുള്ളൂ. പറയൂ ശ്രീ ജയപ്രകാശ്. കേരളത്തിലെ എല്ലാ സാമുദായിക പ്രസ്ഥാനങ്ങൾക്കും
അത് ആദിവാസികളാകട്ടെ മലയരാവട്ടെ എല്ലാവർക്കും സംരക്ഷണം ഒരുക്കുന്ന സർക്കാരാണ് കേരളത്തിലെ ഇടതുപക്ഷ സർക്കാർ. ഒരു സംശയവും വേണ്ട. ഞാൻ പറഞ്ഞു വന്നേതാ ഞാൻ പറഞ്ഞു വന്നതാണ്. ഈ സമൂഹത്തിനൊക്കെ, ഈ ആദിവാസി സമൂഹമടക്കമുള്ള പിന്നോക്ക സമൂഹത്തിനടക്കമുള്ള ഈ സമൂഹത്തിനൊക്കെ ക്ഷേത്രത്തിൽ പ്രവേശിക്കാൻ അനുമതി ഉണ്ടായിരുന്നോ മിസ്റ്റർ ശ്യാം? ഇല്ലായിരുന്നല്ലോ. അതെങ്ങനെ ഉണ്ടായത് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതും നിങ്ങളുമായി എന്ത് ബന്ധം? കേരളത്തിലെ മഹാഭൂരിപക്ഷം കാര്യം പറയുമ്പോൾ ഒച്ച വെച്ചിട്ട് എന്നോടാണ് ചോദ്യം. കേരളത്തിലെ എന്നോടാണ് ചോദ്യം. എന്നോടാണ് ചോദ്യം. കേരളത്തിലെ മഹാഭൂരിപക്ഷം മനുഷ്യരും എന്നോടാണ് അദ്ദേഹം ചോദിച്ചത്. കേരളത്തിലെ പറയുന്നത് അല്ലല്ലേ, ഞാൻ പറയട്ടെ, കേരളത്തിലെ മഹാഭൂരിപക്ഷം മനുഷ്യര് വേണ്ട ഏത് എന്നെ പഠിപ്പിക്കണ്ട. എന്റെ പേര് അദ്ദേഹം ചോദിച്ചത് ഇല്ലില്ല. അദ്ദേഹം എന്റെ പേരെടുത്ത് ചോദിച്ചാൽ അതൊക്കെ അദ്ദേഹമാണ് എന്റെ പേര് ചോദിച്ചത്. അല്ല, ഞാൻ ശ്യാംജി ഒരു കാര്യം, അദ്ദേഹമാണ് എന്റെ അടുത്ത് പേരെടുത്ത് ചോദിച്ചത്. അദ്ദേഹത്തിനാണ് ഉത്തരം കൊടുത്തത്. ഞാൻ എങ്ങനെ അല്ലല്ല, അത് അദ്ദേഹം പറയട്ടെ. അത് അദ്ദേഹം പറയട്ടെന്ന്. അദ്ദേഹത്തിന് പറയാനുള്ള ആഭ്യന്തരണെന്ന് നിങ്ങളുടെ പ്രതിനിധിയാണല്ലേ, അദ്ദേഹം പറയട്ടെ. നിക്ക് എന്നോട് ചോദ്യത്തിന് ഞാൻ ഉത്തരം പറയും. അദ്ദേഹം പറയട്ടെ. ഓക്കെ, ഇതാണ് കേരളത്തിലെ ഞാൻ പറഞ്ഞ പോയിന്റിലേക്ക് എന്നെ പറയാൻ അനുവദിക്കാതെ വീണ്ടും പറയേണ്ടി വരിക. കേരളത്തിലെ മഹാഭൂരിപക്ഷം മനുഷ്യർക്കും ക്ഷേത്രത്തിൽ പ്രവേശിക്കാൻ അനുമതി ഇല്ലാതൊരു കാലമുണ്ടായിരുന്നു. നരനായി ഇങ്ങനെ ജനിച്ചു ഭൂമിയിൽ ഈ നരകവാരുതി നടുവിൽ ഞാൻ ഈ നരകത്തിൽ നിന്നെ കരകയറ്റിയിടണേ പ്രാർത്ഥനയാണ്, സന്ധ്യനാമമാണ്. ഈ ഭൂമി ഒരു നരകമാണ്, ഈ നരകത്തിനെ കരകയറ്റണം. ഇത് പറയാൻ ഇത് ഭഗവാന്റെ അടുത്ത് പറയാൻ അനുമതിയില്ലായിരുന്നു. ഒരു കാലമുണ്ടായിരുന്നു അല്ല ഇത് പറയാൻ. കാരണം കേരളത്തിലെ മഹാഭൂരിപക്ഷം പേര് അങ്ങ് ഗ്രാമത്തിന് പുറത്തെങ്ങോ വസിക്കുന്നവരായിരുന്നു. ഗ്രാമത്തിന് പുറത്തെങ്ങോ വസിക്കുന്ന ആ പാവപ്പെട്ട മനുഷ്യർക്ക് വേണ്ടിയാണ് ഗ്രാമത്തിന് പുറത്ത് കാനനത്തിന് നടുവിൽ ഒരു വിഗ്രഹം, ഒരു ആരാധനാമൂർത്തി. അതാണ് ശബരിമല. അത് പാവങ്ങൾക്ക് വേണ്ടിയുള്ളതാണ്, സാധാരണ മനുഷ്യർക്ക് വേണ്ടിയുള്ളതാണ്. അതുകൊണ്ടാണല്ലോ കറുപ്പും ഉടുത്തുകൊണ്ടാണ് ശബരിമലയിലേക്ക് മനുഷ്യർ പോകുന്നത്, കാവി ഉടുത്തുകൊണ്ടല്ല. കാരണം എന്താ? കറുപ്പിനെ നിരോധിക്കപ്പെട്ടതായിരുന്നു, കറുപ്പ് വെറുക്കപ്പെട്ടതായിരുന്നു. അങ്ങനെ കറുപ്പിന്റെ പ്രതീകമാണ് ശബരിമല. ആ ശബരിമലയിലേക്ക് പോകാൻ, ആ ശബരിമലത്തിന്റെ വളർച്ചയ്ക്ക് വേണ്ടിയും വികാസത്തിന് വേണ്ടിയാണ് ഈ പുരോഗമനം, നവോത്ഥാനം എന്നൊക്കെ പറയുന്ന അങ്ങ് തന്നെ പറയുന്നു കറുപ്പ് വെറുക്കപ്പെട്ടതാണെന്ന്. അങ്ങനെ കരുതിയിരുന്നത് സനാതന സംസ്കാരം അങ്ങനെയാണ് സമൂഹം. ഒരു മിനിറ്റ് ചേട്ടാ, ഒരു ബി ജെ പി സമീപകാലത്ത് പറഞ്ഞല്ലോ ഇനി ഒരു ഞാൻ ഒറ്റ കാര്യം ചോദിച്ചോട്ടെ. ഒറ്റ മിനിറ്റ്. അങ്ങ് പറഞ്ഞ 2 പോയിന്റ് ഞാൻ റീസൈറ്റ് ചെയ്യാണ്. 2 പോയിന്റ്. ഒറ്റ മിനിറ്റ്. 2 പോയിന്റാണ് അദ്ദേഹം പറഞ്ഞത്. ഒന്ന്, ക്ഷേത്രങ്ങളിലേക്ക് സാധാരണപ്പെട്ട ആളുകൾക്ക് പ്രവേശനം അനുവദിച്ചത് CPM-ന്റെ അഹോരാത്രമായ പ്രയത്നത്തിലൂടെയാണ്. പോയിന്റ് കറക്റ്റ് അല്ലേ? ഞാൻ പറയട്ടെ. പോയിന്റ് കറക്റ്റ് അല്ലേ? അദ്ദേഹം പറഞ്ഞു. അങ്ങ് പറഞ്ഞില്ലേ? അത് അങ്ങ് പറഞ്ഞില്ലേ? ഗുരുവായൂർ സമരം എന്ന് പറഞ്ഞാൽ ഭക്തർക്ക് അധസ്ഥിതരായ പിന്നോക്കക്കാരായ അവിടെയാണ് എന്റെ പോയിന്റ്. സമരം ചെയ്ത് ചേട്ടാ, നിങ്ങൾ അവിടെയാണ് എന്റെ പോയിന്റ്. അതായത് അങ്ങനെയെങ്കിൽ എന്റെ പോയിന്റ് കേൾക്കൂ ദയവായി. അങ്ങനെയെങ്കിൽ എന്തുകൊണ്ട് മലയേറിയ സമൂഹത്തെ മാറ്റി നിർത്തുന്നു എന്ന അദ്ദേഹത്തിന്റെ ചോദ്യമാണ്. നിർത്തിയിട്ടില്ല. സ്വാഗതം. അവര് ചോദിച്ച ചോദ്യമാണ് ഞാൻ വീണ്ടും ചോദിച്ചത്. എന്തെങ്കിലും പറയട്ടെ, മൈക്കിൽ പറയൂ. ഒരിക്കലും മാറ്റി നിർത്തിയിട്ടില്ല. മലയേറിയ സമൂഹത്തെ ബഹുമാനിക്കുന്ന സമൂഹമാണ്. അവർ തീർച്ചയായിട്ടും പങ്കെടുത്തേ മതിയാവൂ. ഒരു സംശയവും വേണ്ട. അവരെ ക്ഷണിച്ചിട്ടുണ്ട്. അവിടെയാണ് ചോദ്യം. എന്തുകൊണ്ട് അവരെ മാറ്റി നിർത്തുന്നു എന്ന ചോദ്യം പരിപാടി മാത്രമല്ല, അവർക്കുള്ള പ്രതിഷേധമുണ്ട്. എല്ലാ മേഖലകളിലും അവർ പങ്കെടുക്കണം.